വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പ്ലസ് ഹോളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കുറേ നാളായി എടുത്ത് വെച്ചിട്ട് പിന്നെ ഈ ഒരു വീഡിയോ ഒത്തിരി എഡിറ്റ് ചെയ്യാനുണ്ടായതുകൊണ്ട് ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയായിരുന്നു. ആൻഡ് ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോ എന്തായാലും സ്റ്റഡി ചാലഞ്ചിൻ്റെത് രാത്രി 11 മണിയാവും. അതാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു വീഡിയോ ഇടാമെന്ന്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാനാണെങ്കിൽ കുറേ കട്ടിങ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഈ ക്യാമറ കൊണ്ടുവന്ന് അവിടെ ഇവിടെയൊക്കെ തട്ടിച്ചാണ് ഞാൻ എടുത്തത്. കാരണം എൻ്റെ കൈ പൊങ്ങൂല, കാരണം ഞാൻ ഇൻവെർട്ടറാണ്. സോ അപ്പോൾ അധികം പറഞ്ഞാൽ ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ഞാൻ വീഡിയോയിലോട്ട് പോകും. ഫസ്റ്റ് നമ്മൾ തട്ടം എടുക്കാനാണ് പോയത് തിന്നാൻ വേണ്ടി. പക്ഷേ അത് സ്റ്റീലിൻ്റെയാണ് എടുക്കേണ്ടത്. അപ്പോൾ കുറേ തപ്പിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഇട്ട് ഒരു വെറൈറ്റി, അതായത് അടുപ്പുള്ള സൈസ്. പിന്നെ നമ്മളൊരു കുപ്പി എടുത്തു, ഇല്ല ചൂടൊക്കെ അറിയാൻ പറ്റുന്ന കുപ്പിയാണ്. പക്ഷേ അത് നല്ലതാണ് കേട്ടോ. ആൻഡ് ഒരു കോട്ടിങ് ഉള്ള പോലെ തോന്നിയോണ്ടാണ് എടുത്തത്. പെയിൻറ്റ് ഉള്ളതല്ലേ ഞാൻ എടുക്കത്തില്ലായിരുന്നു. പിന്നെ ഈ ഒരു ട്യൂഷനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ബാഗ് നോക്കിയാണ്. പിന്നെ ആണെങ്കിൽ നോക്കണ്ടെന്ന് വിചാരിച്ചു, കാരണം വെക്കേഷൻ മാത്രമല്ലേ കൊണ്ടുപോകാൻ പറ്റൂ, പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എടുക്കണ്ടാന്ന്. പിന്നെ സ്കൂൾ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. സ്കൂൾ ബാഗ് അധികം വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല, ഈ കൊച്ചു കൊച്ചു പിള്ളേരുടെ സ്പേസ് ഇല്ലാത്ത അങ്ങനത്തെ ബാഗായിരുന്നു. പിന്നെ ഈ കൊറിയൻ ബാഗ്സൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. സോ അതൊക്കെ ലൈറ്റ് കളേഴ്സ് ആയതുകൊണ്ട് എനിക്ക് എടുക്കാൻ നല്ല പേടിയായിരുന്നു. ആൻഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാഗാണ് ഞാൻ എടുത്തത്. ആൻഡ് ഒത്തിരി ഉറയൊക്കെയുള്ള. പിന്നെ ഞാനാണെങ്കിൽ ഈ പെൻസില്, സ്കെയില്, കട്ടർ, അങ്ങനെ സ്റ്റിക്കി നോട്ട്, നോട്ട് പാഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ എടുക്കാൻ പോയതാണ്. അപ്പം അവിടെ നിന്ന് ഞാൻ നല്ല ബോക്സ് എടുത്തതാണ്. എക്സാമിന് കളഞ്ഞു പോയി. സോ അതൊക്കെ എടുത്തു. ഞാൻ ക്ലാസ്മേറ്റിൻ്റെ ബോക്സാണ് എടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡോംസിൻ്റെ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇച്ചിരി കൂടെ വില കൂടിയ എടുക്കാൻ പറഞ്ഞു, കാരണം കുറച്ചുകൂടെ യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ നമുക്ക് ബാക്ക് ടു സ്കൂൾ ഹോള് കാണാം. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്നത് ലഞ്ച് ബോക്സ് ആണ്. ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീറ്റ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കയറി ലഞ്ച് ബോക്സ് എടുത്തു. ആൻഡ് അകത്ത് അടുപ്പുള്ളത് നോക്കി തന്നെ എടുത്ത്. അതിന് ഒരെണ്ണം എന്തോ ഉള്ളായിരുന്നു തോന്നുന്നു, ഫയ്യത്തിന് നമുക്ക് തന്നെ അത് കിട്ടി. പിന്നെ ആണെങ്കിൽ 2 സ്റ്റിക്കി നോട്ട്സ്. ഞാൻ സ്ക്വയർ അല്ല ഉദ്ദേശിച്ച്, മറ്റേ റെക്ടാങ്കിൾ ഷേപ്പിൽ അതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിലും ഈ ടെക്സ്റ്റിൻ്റെ സൈഡിൽ എഴുതി വെക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ഇച്ചിരി നീറ്റ് ആവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയായിരുന്നു. പക്ഷേ നമ്മൾ അത് മേടിച്ചു. ആൻഡ് അതിനകത്ത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എടുക്കാൻ വേണ്ടി. അല്ലാതെ മേടിക്കാനൊന്നും നിൽക്കണ്ടെന്ന് വിചാരിച്ചത്, ആവശ്യത്തിൽ കൂടുതലുണ്ടല്ലോ. പിന്നെ നമ്മൾ റേസർ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ആ കട്ടറിൽ തന്നെ. അത് മേടിച്ച് അതിനകത്ത് വേസ്റ്റ്, ഒരു കട്ട് ചെയ്യുമ്പോൾ ഉള്ള വേസ്റ്റ് സ്റ്റോർ ആവുന്ന സൈസാണ് മേടിച്ചത്, കാരണം പൊടിയൊക്കെ ആവാതിരിക്കാൻ വേണ്ടി. പിന്നെ 2 ഹൈലൈറ്റേഴ്സ്, ഒരു പിങ്കും ഒരു മിന്നി കളറും. പിന്നെ ആണെങ്കിൽ ഇതിന് നല്ല വിലക്കുറവുണ്ടായിരുന്നു. സോ ഇത് നല്ല കാണാനും നല്ല ഭംഗിയാണ്. സോ ഞാൻ അത് 2 എടുത്തു, ബ്ലാക്കും അതേപോലെ ബ്ലൂവും. പിന്നെ ആണെങ്കിൽ ഒരു പൗച്ച്, ഒരു ട്രാൻസ്പെറൻ്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ ആണെങ്കിൽ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു അവിടെ ഒന്നും ഇല്ലെന്നു. പക്ഷേ ആ ഒരു ബില്ലടിക്കുന്നത് ഞാൻ കണ്ടതാണ്, ഞാൻ ഉദ്ദേശിച്ചത് അതേ സംഭവം. ആൻഡ് അതിനകത്ത് വിചാരിക്കുന്നില്ലല്ലോ ഒത്തിരി ഓരോണ്ട്, അതുകൊണ്ട് അത് മേടിച്ച്. പിന്നെ ആണെങ്കിൽ ഒരു സ്കെയിൽ. പിന്നെ ആണെങ്കിൽ ഈ പെൻസ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഈ ബുക്കൊക്കെ മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഞാൻ ബുക്ക് ഓൾറെഡി മേടിച്ചതാണ്. സോ ഞാൻ ബുക്ക് മേടിച്ചില്ല, എൻ്റെ ബ്രദറിന് ഉള്ള ബുക്കാണ് മേടിച്ചത്, അപ്പോൾ കിട്ടിയതാണ്. പിന്നെ ആണെങ്കിൽ ഞാൻ കുപ്പി മേടിച്ചു, ഈ ഒരു കുപ്പി. അപ്പം അതിനകത്ത് മേലുള്ള ടെമ്പറേച്ചറൊന്നും വർക്ക് ആവത്തില്ല, ടെമ്പറേച്ചറൊന്നും കാണിക്കില്ല. ഞാനത് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടച്ചു വെച്ച് നോക്കി. ആൻഡ് അതാണെങ്കിൽ നോക്കിയപ്പോൾ എന്തോ കാർഡ്ബോർഡ് ഒട്ടിച്ച് വെച്ച പോലെ ഒരു സംഭവം മാത്രം, അല്ലാതെ ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ ആണെങ്കിൽ നെയിം സ്ലിപ്പ് എല്ലാം എനിക്ക് തന്നെയാണ്. പിന്നെ ആണെങ്കിൽ ഈ ഒരു ബുക്ക് പൊതിയുന്ന ആ ഒരു പേപ്പറല്ല, ആ പേപ്പർ പോലത്തെ സംഭവം, അത് എടുത്തു. ആൻഡ് അത് അത്രയും എടുത്തത് അവിടുത്തെ സ്റ്റാഫാണ് പറഞ്ഞത് അത്രയും വേണ്ടി വരുമെന്ന്. പിന്നെ ആണെങ്കിൽ ഒരു റെയിൻകോട്ട് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പക്ഷേ അത് ലോക്കലാണ്, 100 രൂപയുടെ സംഭവം. എങ്കിലും ഞാനത് യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇവിടെ ആരെങ്കിലും യൂസ് ചെയ്യാൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു ബാഗ്. ഈ ബാഗിൽ അത്യാവശ്യം നല്ല ഉരകളൊക്കെ ഉണ്ട്, നല്ല നല്ല സ്പേസ് ഒക്കെ ഉണ്ട്. ഇത് കൊറിയൻ ബാഗാണ്, അപ്പം അത് എടുത്തു. ആൻഡ് പിന്നെ ഒരു ബോക്സ് എടുത്തു. ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം എക്സാമിന് കൊണ്ടുപോയി കളഞ്ഞതാണ് ബോക്സ്. പിന്നെ നമ്മൾ ഇത് എടുത്തു. ആൻഡ് നല്ല ബോക്സാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ലുക്ക് കൊള്ളാം. ആൻഡ് ഇത് കളഞ്ഞു പോകാൻ നല്ല സാധ്യതയുണ്ട്. പിന്നെ 2 ഇറേസേഴ്സ്, ഡോംസിൻ്റെയും അപ്സരയുടെയും. എനിക്ക് ഡോംസിനോട് വലിയ താല്പര്യമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഡോംസിൻ്റെ എടുത്തത്. എനിക്കാണ് ഡോംസിൻ്റെ, അപ്സര എൻ്റെ ബ്രദറിനും. പിന്നെ 3 നോട്ട്ബുക്ക് ക്ലാസ്മേറ്റിൻ്റെ അടുത്ത് എനിക്ക് ഒരെണ്ണം ഫ്രീ ഉണ്ടായിരുന്നു, അപ്പം അത് മേടിച്ച്. ആൻഡ് പിന്നെ ആണെങ്കിൽ ഈ ഒരു ബുക്കാണ് മേടിച്ചത്, എന്തോ സുന്ദരൻ എന്തോ ആണ് ആ ബുക്കിൻ്റെ പേര്. പക്ഷേ പേര് പോലെ തന്നെ ബുക്കും സുന്ദരനാണ്, നല്ല ക്വാളിറ്റി ഉള്ള പേപ്പേഴ്സാണ്. അപ്പം അത് മേടിച്ച് 5 എടുത്ത് 5 ഫ്രീ, അങ്ങനെ ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു ബുക്സൊക്കെ. പിന്നെ ആണെങ്കിൽ സ്റ്റാപ്ലെയറും ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു. സ്റ്റാപ്ലെയറും മാത്രമല്ല, സ്റ്റാപ്ലെയറിൻ്റെ പിന്നും ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആയിരുന്നു. പിന്നെ ആണെങ്കിൽ ഇത് എന്തിൻ്റെ കൂടെ ഫ്രീ ആയിട്ടിട്ട് വേറൊരു സ്റ്റാപ്ലെയർ ഉണ്ടായിരുന്നു, യെല്ലോ കളർ. ആൻഡ് അതിനകത്ത് പിന്ന് പറ്റിയിട്ടാണ് 2 വെച്ചേക്കുന്നത്. പിന്നെ ഇത്ര വലിയ പെട്ടി ഇത്ര ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. 2 പെട്ടി
ഒരു പെട്ടിയിൽ 2 സ്റ്റാപ്ലെയർ എന്ന രീതിയിലാണ് വെച്ചേക്കുന്നത്. എന്താണ് അപ്പം അതായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ മേടിച്ച സാധനങ്ങൾ. തമാശ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഫയൽ മേടിക്കണമെന്നും പറഞ്ഞാണ് പോയത്. ഫയൽ മേടിച്ചിട്ടില്ല. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നാണ് പറഞ്ഞാണ് പോയത്, പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ആൻഡ് ഹോൾ. എങ്ങനെയുണ്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ട് പോവാം. ഡിസ്ലൈക്ക് ഒന്നും അടിച്ച് കളയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നൈറ്റ് സ്റ്റഡി ചാലഞ്ചിൻ്റെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കാണാം. ബൈ.